പക്ഷെ ഒരാളുടെ സ്വകാര്യതയിലേക്ക് ചുടിഞ്ഞന്വേഷിക്കരുത് എന്ന് നബി മുഹമ്മദ് മുസ്തഫ. അതിനകത്ത് നമ്മൾ രാഷ്ട്രീയമൊന്നും നോക്കണ്ട, അത് പറയും വേണ്ട. എന്നെ സംബന്ധിച്ചോളം ഞാൻ എന്റെ നിലപാടുകൾ എവിടെയും പറയും. അതിനകത്ത് ഞാൻ ആരുടെയും പ്രീതിയൊന്നും നോക്കാറില്ല. ഒരാളുടെ രഹസ്യത്തിലേക്ക് ചൂഴ്ന്നിറങ്ങാൻ നോക്കിയാൽ എത്ര പേരുണ്ടാകും നല്ലവർ. വലാ തജസ്സസൂ, നിങ്ങൾ ജാസൂസിന്റെ പണി ചെയ്യരുത്, രഹസ്യച്ചാരപ്പണി ചെയ്യരുത്. ഇതാണ് ഇസ്ലാമിന്റെ സൗഹൃദം. പാടില്ല. ഇസ്ലാമിന്റെ മാനദണ്ഡം വലാ തജസ്സസൂ, നിങ്ങൾ ജാരപ്പണി രഹസ്യപ്പണി ചെയ്യാൻ പാടില്ല. അതുകൊണ്ട് ആരുമാകട്ടെ ഒരാളുടെ രഹസ്യത്തെ ചൂഴ്ന്നിറങ്ങുക, അയാളെ ചതിക്കുക പാടില്ല. വലാ തജസ്സസൂ, നിങ്ങൾ രഹസ്യപ്പണി ചെയ്യരുത്. കാരണം എന്താണ്? അള്ളാഹനെ ഓർക്കുന്ന ആ സമയം ഇന്ന് കെട്ടുക. ആരാ പറമനുഷ്യന്മാർ ഒരാളൊരു തെറ്റ് ചെയ്തു നാട് മുഴുവൻ വിളിച്ചോണ്ട് പറയാനുള്ളതാണോ? നമ്മൾ ആരെങ്കിലും ഒരു തെറ്റ് ചെയ്ത ഉടനെ വാട്സപ്പിൽ ഫോട്ടോ എടുത്ത് അടുത്ത ഗ്രൂപ്പിലിട്ട് ഒരുത്തനം പരമാവധി നാറ്റിക്കുക. എന്നാൽ ഒരാൾ ചെയ്യുന്ന തെറ്റ് ആദ്യം നാറ്റിക്കേണ്ട ഒരാൾ ചെയ്യുന്ന തെറ്റ് ആദ്യം കാണുന്ന ആരാണ്? പറ. അല്ലാഹു സത്താറുൻ, അവൻ മറച്ചു വെക്കുന്നവനാണ്. അസ്മാഉൽ ഹുസ്നയിൽ പെട്ടൊരു നാമമാണ് അല്ലാഹ് സത്താറാൻ. അല്ലാഹ് ഗഫാർ എന്ന് മാത്രമല്ല, ചെയ്ത പാപം പൊറുക്കണത് വരെ അല്ലാഹു സത്താറാൻ. പടച്ചവനെ, ആദ്യം ഒരാൾ ചെയ്യുന്ന തെറ്റെത്ര ചെറുതാകട്ടെ വലുതാകട്ടെ, അത് ആദ്യം കണ്ടത് സത്താറായ അള്ളാഹുവാണ്. അത് അള്ളാഹു മറച്ചു വെച്ചു. പിന്നെ എന്തിനാ അടിമകൾക്ക് മറച്ചു വെക്കാൻ പറ്റാത്തത്? മറ്റൊരുത്തന്റെ കുറ്റം ഇങ്ങനെ പറഞ്ഞെടുക്കണ ചൂപ്പ് എന്തിനാണ്? നബി മുഹമ്മദ് മുസ്തഫ അള്ളാടെ സ്വഭാവം പോലെ നിങ്ങളുടെ സ്വഭാവമാവണേ എന്ന് പറഞ്ഞ അള്ളാടെ സിഫത്ത് പോലെ നിങ്ങളുടെ സ്വഭാവമാവണം. അവൻ സത്താറാൻ. ഏത് തെറ്റ് കണ്ടാൽ അവനത് മറച്ചു വെക്കുന്നവനാണ്. അതുകൊണ്ട് നിങ്ങൾ അങ്ങനെയാവണമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. വാട്സപ്പും ഫേസ്ബുക്ക് ഉപയോഗിക്കുന്നവരെ, ഇത് മറ്റൊരുത്തരെ നാറ്റാനും മറ്റൊരുത്തരെ കുറിച്ച് പറയാനല്ല. ഇന്ന് മുഴുവൻ അതാണ്. ആ ഒരു സംസ്കാരത്തെ നമ്മൾ പിന്തിരിയണം. ആരും ആ സംസ്കാരത്തിൽ നിന്ന് പിന്തിരിയണം. അതൊരു മനുഷ്യത്വപരമായ സംസ്കാരമല്ല. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ഒരാളുടെ ന്യൂനതയിലേക്ക് നോക്കിയിട്ട് ഫോട്ടോ എടുക്കുക. ഉക്കറിക്കാക്ക നിന്ന് വെള്ളം കുടിക്കും, വാക്കവീട് മുണ്ട് താഴെ കിടക്കുന്നു. എനിക്ക് ആ ഒരു വിവാദം ഇപ്പോഴാണ് എനിക്ക് ഓർമ്മ വരിക. കാരണം ഇതേപോലെ ഒരു സമയമാണ്. പക്ഷെ നമുക്ക് വിശാലമായിട്ട് പറയാം. മറ്റന്നാൾ 1-ാം തീയതി ഞാൻ കാരത്തൂർ ഉറൂസിന് ഇൻഷാല്ലാ വസീദിന് അന്ന് വരിക. നമുക്ക് കൃത്യമായിട്ട് വാള് പറയാം. ഇതേപോലെ സമയമാണ്. ഇന്നിപ്പോ ഈ വാള് കഴിഞ്ഞാൽ എനിക്ക് 4 മണിയുടെ ഫ്ലൈറ്റിന് നെടുമ്പാശ്ശേരിയിൽ നിന്ന് നേരെ ബഹ്റൈൻ പോകണം. നാളെ അവിടെ പ്രസംഗിച്ചിട്ട് അതേ ഫ്ലൈറ്റിൽ തന്നെ തിരിച്ചിവിടെ എത്തിയാൽ 1-ാം തീയതി കാരത്തൂർ പ്രസംഗിക്കാൻ പറ്റും. ഇങ്ങനെ ഒരു ഓട്ടത്തിന്റെ ഇടയില് ഞാനൊരു പ്രസംഗം കഴിഞ്ഞ് പോകുന്ന വഴിയില് എന്റെ ഡ്രസ്സ് ഒരു പാതിരാത്രിയുള്ള തട്ടുകട ഉണ്ട്, അതിന്റെ പുറകിൽ നിന്ന് എന്റെ ഡ്രസ്സ് മാറ്റി ഫ്ലൈറ്റിൽ പോലെ വേറെ ഡ്രസ്സൊക്കെ എടുത്ത്, അപ്പൊ ഫ്ലൈറ്റിന് ടൈമായി. അങ്ങോട്ട് ഓടിക്കയറിയിട്ട് വാക്കവിയാണ് ഞാൻ വളു കഴിഞ്ഞി പോയി. അപ്പൊ അതാന്ന് കരുതി പോകും. അങ്ങനെ ആ ഹദീസ് ഇറങ്ങിയപ്പോ അബൂബക്കർ റളിയല്ലാഹു വന്നിട്ട് പറഞ്ഞു, നബിയെ, എനിക്കൊരല്പം വയറുള്ള ആളാണ്. ഞാൻ മുണ്ട് ഉടുക്കുമ്പോ ഞെരിയാണിക്ക് മുകളിലാണെങ്കിലും കുറച്ച് നടക്കുമ്പോ ഈ കൊടവയറുള്ളത് കൊണ്ട് മെല്ലെ താഴോട്ട് പോകും നബിയെ. നിരപ്പുള്ള വയറല്ല, കൊടവയറാണ്. ചൊറിയണൊക്കെ ഇങ്ങനെയാണ്. അള്ളാഹ് ഇങ്ങനെ കെട്ടിയാൽ മതി, അത്ര കൊടവയറുണ്ട്. അപ്പൊ നബിയ ഉടുക്കുമ്പോ അങ്ങനെ ഇരുന്നാലും നടക്കുമ്പോ കീഴോട്ട് പോകും. ഞാൻ എന്താ ചെയ്യുക? അബൂബക്കർ റളിയല്ലാഹു പറഞ്ഞു, ഇന്നക ലസ്ത മിനൽ ഖുയലാ, നീ അഹങ്കാരത്തോടെ മനഃപൂർവ്വം ചെയ്യുന്നല്ലോ, കുഴപ്പമില്ല അബൂബക്കറെ എന്ന്. അതുകൊണ്ട് ന്യൂനതകളല്ല മനസ്സിലാക്കേണ്ടത്, നന്മകളെ പറയാൻ കഴിയണം. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ എന്റെ രാഷ്ട്രീയം പറഞ്ഞു ആരുമാകട്ടെ, അതൊന്നും ഒരു ശരിയായ പ്രവണതകളല്ല. അതിനൊക്കെ വേറെ വഴികളുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.